ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡയറി ഫാം ഇൻസ്ട്രക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഫിസിക്സിൻ്റെ PYQs ആണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ ഫ്രം സ്ട്രോങ്ങസ്റ്റ് ടു വീക്കസ്റ്റ്? അതായത് നമുക്കിവിടെ തന്നിരിക്കുന്നത് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ്. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് സ്ട്രോങ്ങസ്റ്റിൽ നിന്നും വീക്കസ്റ്റിലേക്കുള്ള കറക്റ്റ് ഓർഡർ എന്താണെന്നാണ് നമുക്കിവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഓപ്ഷനിലും 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണെന്ന്. അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിവിടെ ആൻസർ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ എല്ലാ ഫോഴ്സുകളും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഫോഴ്സുകളാണ്. ആദ്യം നമുക്കിവിടെ ഓരോ ഫോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്കിതിൽ ഏതാണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ആറ്റത്തിൻ്റെ അകത്തുള്ള ഒന്നാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്? ഇപ്പം നമുക്കറിയാം, ഇതാണ് ആറ്റം എങ്കിൽ ഈ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ളതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റുകളാണുള്ളത്? ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതായത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ എന്ന് പറഞ്ഞ 2 കണ്ടന്റുകളാണ് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഈ പ്രോട്ടോൺ എന്ന് പറയുമ്പം ഇതിൻ്റെ ചാർജ് എല്ലാവർക്കും അറിയാലോ. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. അപ്പം ഈ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അതായത് ഒരേ ടൈപ്പ് ചാർജുകൾ, അതായത് ലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും എന്ന് പറഞ്ഞൊരു തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും എന്ന് പറഞ്ഞൊരു തിയറി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രോട്ടോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ പ്രോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ടൈപ്പ് ചാർജുകളായതുകൊണ്ട് അത് റിപ്പൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈ പ്രോട്ടോണിനെയും ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ചാർജാണ്. അപ്പോൾ ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും എന്താണ് ഒരുമിച്ച് അതിൽ ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം ന്യൂക്ലിയർ ഫോഴ്സിൽ 2 ടൈപ്പ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. എന്താണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും. 2 ടൈപ്പ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, നമുക്ക് ആദ്യം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ബലമാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രോങ് ആണ്, പക്ഷെ അതിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്? വളരെ, ആ പേരിൽ തന്നെ വളരെ വീക്കാണ്. അതായത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വീക്ക് ആണെങ്കിലും അതെന്താണ്? അതും ഒരു ബലം തന്നെയാണ്. പക്ഷേ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് DK, അതായത് റേഡിയോ ആക്റ്റീവ് DK കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. റേഡിയോ ആക്റ്റീവ് DK പോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ പറ്റും. റേഡിയോ ആക്റ്റീവ് DK പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വഴിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് കിട്ടി. ഇവിടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പം നമ്മുടെ ഈ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ B ആണ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആദ്യം. അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെക്കാളും വീക്കാണ്. പക്ഷേ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെക്കാളും വീക്കായിട്ടുള്ള മറ്റൊരു ഫോഴ്സ് ഉണ്ട്, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെക്കാളും വീക്കാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം ഒരിക്കലും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കഴിഞ്ഞ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരില്ല. 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ ഉള്ളതിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എങ്കിൽ രണ്ടാമത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതും കഴിഞ്ഞ് സ്ട്രോങ് ആയിട്ട് വരുന്നതാണ് വീക്ക് ന്യൂക്ലിയർ. സ്ട്രോങ് എന്ന് ഉദ്ദേശിച്ചത് ഈ സ്ട്രോങ്ങിൽ നിന്ന് വീക്കായിട്ട് പൊക്കോണ്ടേയിരിക്കുന്നു. ആദ്യം ഇത് സ്ട്രോങ് ആണെങ്കിൽ രണ്ടാമത് ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീക്കായിരിക്കും. പിന്നെ അതുപോലെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്? അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതും വീക്കാണ്.
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാ ഫോഴ്സുകളിൽ നിന്നും ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പം ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ നോക്കി. ഇനി എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എല്ലാം ഉണ്ടാകുന്നത് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ ഉണ്ടാകുന്നു. അങ്ങനെ പല രീതിയിലും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് M1 M2 എന്ന് പറഞ്ഞ 2 മാസുകൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ M1 M2 എന്ന 2 മാസുകൾ ഉണ്ടെങ്കിൽ, 2 മാസുള്ള 2 ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ 2 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ, അതായത് മാസുള്ള ഏതൊരു വസ്തുക്കൾക്കും ഇടയിൽ എന്തുണ്ടാകും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും. മാസുള്ള ഏതൊരു വസ്തുക്കൾക്കിടയിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകുമെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളുള്ളതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പം നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗ്രാവിറ്റി എന്നാണ് തന്നിരിക്കുന്നത്. ഗ്രാവിറ്റി ആയാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയാലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഗ്രാവിറ്റി. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് എന്താണ്? നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. 4 ഫണ്ടമെന്റൽ ഫോഴ്സ്, നമ്മുടെ നേച്ചറിൽ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളുണ്ട്. ഏതൊക്കെയാണത്? ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫോഴ്സ് 2 രീതിയിലുണ്ട്, സ്ട്രോങ്ങും ഉണ്ട് വീക്കും ഉണ്ട്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ആദ്യമായിട്ട്, അതായത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വരുന്നതിൽ ആദ്യത്തെ പരിഗണന എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ടാമത് വരുന്ന ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക്. അതിൽ നിന്നും വീക്കാണ് ഏതെന്ന് പറയുന്നത്? വീക്ക് ന്യൂക്ലിയർ. അപ്പോൾ ഒരിക്കലും അത് മാറിപ്പോരുത്. സ്ട്രോങ് കഴിഞ്ഞാൽ ഉടനെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക്, അതിൽ നിന്നും വീക്കാണ് ഏത് വരുന്നത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതിൽ നിന്നും വീക്ക്, അതായത് ഏറ്റവും പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു ബലം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. ഇവിടെ നിന്നും ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ഏതാണെന്ന് നോക്കാം. അപ്പം ഡയമെൻഷൻ ലെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡയമെൻഷൻ ലെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ്? യൂണിറ്റ് ഇല്ലാത്തത്, അതായത് നോ യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി. നോ യൂണിറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റും ഇല്ല, ഡയമെൻഷൻസും ഇല്ല, അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഐഡന്റിഫൈ ദ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫോഴ്സ്, റിലേറ്റീവ് ഡെൻസിറ്റി, സ്ട്രെസ്, വർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ബേസിക് നമ്മൾ സ്കൂൾ തലങ്ങളിലെ പഠിക്കുന്നതാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ബലം എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടൻ്റെ സ്മരണാർത്ഥം ന്യൂട്ടൺ എന്ന ബലം യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സിൻ്റെ അത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ തന്നെ ആൻസർ പിടികിട്ടി കാണും. ഇനി നമുക്ക് സ്ട്രെസ് നോക്കാം. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറയുമ്പം റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്നൊക്കെ നമ്മൾ ഇലാസ്റ്റിസിറ്റിയിൽ പഠിക്കാറുണ്ട്. അപ്പം സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാസ്കലാണ്. പാസ്കലാണ് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വർക്ക് എല്ലാവർക്കും അറിയാം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് നമ്മൾ
ഒരു ബോഡിയിൽ നമ്മളൊരു ബലം കൊടുക്കുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്തതായിട്ട് കണക്കാക്കും. അതാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ് വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാണ്ട് വിട്ട ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് റേഷ്യോ ആണ്. അതായത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിയെ വെച്ച് നോക്കുമ്പോൾ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. റിലേറ്റീവ് ഡെൻസിറ്റി ഞാനിപ്പോൾ RD എന്ന് എഴുതിയ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി ഏതിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ടു റേഷ്യോ ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, വാട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സബ്സ്റ്റൻസ് എത്രമാത്രം ഡെൻസർ ആയിരിക്കും അല്ലെങ്കിൽ എത്രമാത്രം ലെസ് ഡെൻസിറ്റി ആയിരിക്കും എന്ന് പറയുന്നതാണ് റിലേറ്റീവ്. പരസ്പരം റിലേറ്റ് ചെയ്ത് പറയുന്നത്. വാട്ടറാണ് അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. വാട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം ഡെൻസർ ആയിരിക്കും, അതാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി. നിങ്ങൾ നോക്കിക്കേ, ഈ ഡെൻസിറ്റി എന്ന് പറയുമ്പം റേഷ്യോയിൽ മുകളിലും താഴെയും എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പം ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വരുന്നതെങ്കിൽ, നമ്മളൊരു റേഷ്യോ എഴുതുമ്പോൾ മുകളിലും താഴെ ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വരുന്നതെങ്കിൽ അതിനെന്തുണ്ടാകില്ല? നോ യൂണിറ്റ് ഉണ്ടാകില്ല. അതായത് അവരുടെ യൂണിറ്റ് ഉണ്ടെങ്കിൽ തന്നെ പരസ്പരം ക്യാൻസൽ ചെയ്ത്. ഡെൻസിറ്റിക്കൊക്കെ യൂണിറ്റ് ഉണ്ട്, പക്ഷേ മുകളിലും താഴെ രണ്ടിടത്തും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി റിലേറ്റീവ് ഡെൻസിറ്റി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഏതൊരു എക്സാം ആയിക്കോട്ടെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെയും എന്തറിഞ്ഞിരിക്കുക? യൂണിറ്റ്സ് അറിഞ്ഞിരിക്കുക. ഫോഴ്സ്, റിലേറ്റീവ് ഡെൻസിറ്റി, സ്ട്രെസ്, വർക്ക് പോലുള്ളതിൻ്റെയും. അത് മാത്രമല്ല, നമ്മുടെ ഫിസിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിറ്റുകൾ പഠിച്ച് തന്നെ പോവുക. കാരണം ഇപ്പോൾ ചോദിച്ചിരുന്ന ചോദ്യം കണ്ടില്ല, എന്ത് വ്യത്യസ്തമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ദ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തിൻ്റെങ്കിലും ഇപ്പം സ്ട്രെസ്സിൻ്റെ പാസ്കൽ, ഇപ്പോൾ പാസ്കൽ എന്ന് പറയുന്നത് ഇതിൽ ഏതിൻ്റെ യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ പല രീതിയിലും എന്ത് ചെയ്യണം? എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ആൻസർ ഇതിൽ വരുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ആണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r. What is the distance and displacement of the particle after one complete revolution? അപ്പോൾ ഒരു പാർട്ടിക്കിള് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഒരു പാർട്ടിക്കിള് സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? r ആണ്. സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആണ്. അപ്പോൾ നോക്കാം നമുക്ക്. ഇതാണ് സർക്കുലർ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടെ ഒരു പാർട്ടിക്കിൾ നോക്കിയേ, ഇതാണ് ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സർക്കുലർ പാത്തിൽ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ സർക്കുലർ പാത്ത്, ഇതിൻ്റെ റേഡിയസ്, ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് r എന്നൊക്കെ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. അപ്പോൾ ഇവിടെ ആദ്യം അറിയേണ്ടത് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാർട്ടിക്കിൾ ദേ എ എന്ന് പറയുന്ന ഈ പോയിന്റിലുണ്ട്. ഇവിടെ നിന്ന് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ സഞ്ചരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് എയിൽ തന്നെ എത്തുന്നുണ്ട്. അപ്പോഴാണല്ലോ കംപ്ലീറ്റ് റെവല്യൂഷൻ ആവുന്നത്. അതായത് തുടങ്ങിയെടുത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങി അവിടെ തന്നെ എത്തുന്നുണ്ട്. അപ്പോഴാണത് വൺ കംപ്ലീറ്റ്, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ്? ചെറുതായിട്ടൊന്ന് ടഫായിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്.
അതായത് ഒരു പാർട്ടിക്കിൾ സഞ്ചരിക്കുന്ന പാതയുടെ ആകെ നീളത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ പാത്ത് ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ പോയിന്റ്. അതായത് ഒരു പാർട്ടിക്കിൾ സഞ്ചരിക്കുമ്പോൾ ആ പാർട്ടിക്കിള് തുടങ്ങുന്നിടത്ത് നിന്നും അവസാനിക്കുന്നത് വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് നോക്കുമ്പോഴത്തേക്കും നോക്കിക്കേ, ഇവിടെ 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ബോഡി സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാർ സഞ്ചരിക്കുന്നു, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. അപ്പം ഡിസ്റ്റൻസ് എപ്പോഴും ഏതെങ്കിലും വഴി കൂടെ സഞ്ചരിച്ച്, ഇത് ഇനിഷ്യൽ പോയിന്റ്, ഇത് ഫൈനൽ പോയിന്റ് ആയിട്ട് ഏതെങ്കിലും വഴി കൂടെ സഞ്ചരിച്ചെത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് സ്റ്റാർട്ടിങ് ടു എൻഡിങ് പോയിന്റ് എന്ന് പറഞ്ഞ ഒന്നില്ല, ഏതെങ്കിലും പാതയിൽ കൂടെ സഞ്ചരിച്ച് അവസാനം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ മതി. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെയല്ല. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ പോയിന്റ്, ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഉള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്, ഫൈനൽ പോയിന്റ് ബി ആണ്. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് എത്തുന്ന ഷോർട്ടസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മാത്രമല്ലേ ഉള്ളൂ. നോക്കിക്കേ, ഇതൊക്കെ ആണെങ്കിൽ ഇച്ചിരി ലെങ്ത് കൂടിയ പോയിന്റ് ആണ്, അതൊരിക്കലും ഷോർട്ടസ്റ്റ് പോയിന്റ് അല്ല. ഇനിഷ്യൽ ടു ഫൈനൽ പോയിന്റിലേക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അതുപോലെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത്, എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഫൈനൽ പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷനും, നോക്കിക്കേ, ഒബ്ജക്റ്റ് തുടങ്ങിയ പൊസിഷനാണ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ഒബ്ജക്റ്റ്, ആ മൂവ് ചെയ്ത് പോയ ഒബ്ജക്റ്റ് ഫൈനൽ പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും എന്താണ്? സെയിം ആണെങ്കിൽ, ഫൈനൽ ഇനിഷ്യൽ പൊസിഷൻസ് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒബ്ജക്റ്റിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ അത് അവസാനിക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അതേ പോയിന്റിൽ തന്നെ എത്തുന്നുണ്ട്. അതായത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണെന്ന് നമുക്ക് പറയാം. അപ്പം നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്താണ്? 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ 0 ആണ്. അതെങ്ങനെയാണ് 0 വന്നത്? അതെ, ഈ ഒരൊറ്റ കൺസെപ്റ്റ് ആണ്. എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും തുടങ്ങി സർക്കിൾ അല്ലേ, അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിഞ്ഞ് എത്തുന്നത് എവിടെ തന്നെയായിരിക്കും? ആ എന്ന് പറയുന്ന പോയിന്റ് തന്നെയായിരിക്കും. അതിനർത്ഥം ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്, രണ്ടും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ തുടങ്ങിയെടുത്ത് അത് ഒരു കൺസെപ്റ്റ്. ഡിസ്പ്ലേസ്മെന്റ് മറ്റൊരു കൺസെപ്റ്റ് എന്താണ്? ഇനിഷ്യൽ പൊസിഷൻ എവിടെ നിന്നാണോ ഡിസ്പ്ലേസ് ചെയ്ത് തുടങ്ങിയത് അതിലേക്ക് തന്നെ തിരിച്ച് ആ ഒബ്ജക്റ്റ് എത്തുന്നെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ? ചുറ്റളവ്. നമ്മൾ മലയാളത്തിൽ അതിനെ ചുറ്റളവ് എന്ന് പറയാം. അപ്പം സർക്കംഫറൻസ്, ഈ സർക്കിളിന്റെ സർക്കംഫറൻസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം സർക്കംഫറൻസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് സർക്കംഫറൻസ് എന്ന് പറയുന്ന സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആണ് വരുന്നത്. എത്രയാണ് വരുന്നത്? 2πr ആണ് സർക്കംഫറൻസിൽ വരുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആ രണ്ട് കൺസെപ്റ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടി? നമുക്കിവിടെ ഒരു മാർക്ക് നമുക്ക് കിട്ടും. കാരണം ഈ ഒരു കൺസെപ്റ്റ് അറിയണം. ഇനിഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ ഈക്വൽ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അതുപോലെ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എന്താണ്? സർക്കംഫറൻസ്, ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് ടോട്ടൽ പാത്ത് ലെങ്ത്. അപ്പം നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 2πr 0 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ടത് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിട്ട്. ഇനി തിരിച്ച് എന്താണ് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ എന്ത് വരും? 0 2πr എന്ന് വരും. അപ്പം എപ്പോഴും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് 2πr ഉം
ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഓപ്ഷനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഈ താഴെ തന്നിരിക്കുന്നതിൽ സ്കേലാർ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, പ്രഷർ, നൺ ഓഫ് ദ എബോ ആണ്. അപ്പോൾ നൺ ഓഫ് ദ എബോ എല്ലാം അപ്പോൾ നോക്കണം, നന്നായിട്ട് വായിക്കണം. ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിൻ്റെയും എന്താണ് നമ്മൾ യൂണിറ്റ്സ് അറിയുന്നത് പോലെ തന്നെ ഏതൊക്കെയാണ് സ്കേലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് അറിയാം. അപ്പം ഇവിടെ നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും മറ്റൊന്ന് സ്കേലർ ക്വാണ്ടിറ്റി എന്നും. വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും സ്കേലർ ക്വാണ്ടിറ്റി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോഴത്തേക്കും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടേമും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. ഇപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീനാണ്. എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇൻക്ലൂഡഡ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പം എന്താണ്, നമ്മളിപ്പോൾ കാറിൽ സഞ്ചരിക്കുന്നു. അപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ എഴുതുന്നുണ്ട്, 5 മീറ്റർ ഈസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. 5 മീറ്റർ ഈസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഡയറക്ഷൻ എന്താണ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ആ ഒരു വാല്യൂവിനെയാണ് മാഗ്നിറ്റ്യൂഡ്. ആ ഒരു മൂല്യം അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കാം. അപ്പം ഇവിടെ നോക്കി 5 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. 5 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കലും മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റും ഉണ്ട്, അത് ചേർന്നാണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഇനി അടുത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റ് എല്ലാവർക്കും അറിയാം എന്താണ്? ഒരു ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേർന്ന് വരുന്ന ക്വാണ്ടിറ്റീസ് ആണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് നമ്മൾ വിളിക്കുന്നത്. ഇനി എന്താണ് സ്കേലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? സ്കേലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ കാണുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണുള്ളൂ. അവിടെ ഒരിക്കലും എന്ത് കാണില്ല? ഡയറക്ഷൻ കാണില്ല. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്കേലർ ക്വാണ്ടിറ്റി. അവിടെ ഒരിക്കലും ഡയറക്ഷൻ കാണില്ല. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു റൈസിൻ്റെയൊക്കെ നിങ്ങൾ വെയിറ്റ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്താണ് എഴുതുന്നത്? ഇപ്പോൾ ഒരു 5 കിലോ വെയിറ്റ് എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അവിടെ എന്ത് കൊടുക്കുന്നില്ല? ഡയറക്ഷനൊന്നും നിങ്ങൾ പറയുന്നില്ല. പ്രത്യേകിച്ച് ഡയറക്ഷനും കാര്യങ്ങളും ഒന്നും നിങ്ങളവിടെ പറയുന്നില്ല. അവിടെ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ? ആ ഒരു വാല്യൂ മാത്രമേ നോക്കുന്നുള്ളൂ. ഡയറക്ഷൻ ഒന്നും അവിടെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതാണ് സ്കേലാർ ക്വാണ്ടിറ്റി. അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണ് സ്കേലാർ ക്വാണ്ടിറ്റി. അതായത് ഇപ്പോൾ 5 കിലോ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? മാസ് അല്ലേ കൊടുത്തിരിക്കുന്നത്. മാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം എന്താണ്? മാസ് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അളക്കുമ്പോൾ നമ്മൾ അവിടെ ഡയറക്ഷൻ പറയുന്നില്ല. പക്ഷേ നോക്കിക്കേ, ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇത് ഈ രീതിയിലൊക്കെ വരുന്ന 5 മീറ്റർ ഈസ്റ്റ്, 5 മീറ്റർ നോർത്ത് എന്ന് പറയുന്നത്, ലെഫ്റ്റ് റൈറ്റ് ചേർന്നൊക്കെ വരുന്നത് എന്താണ്? ഡയറക്ഷനെയും കൂടെ ചേർത്ത് പറയുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ചോദിച്ചിരിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ സ്കേലാർ ക്വാണ്ടിറ്റി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പേ നോക്കിയതുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ പൊസിഷൻ, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ എന്ത് പറയുന്നുണ്ട്? നോക്കിക്കേ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉറപ്പായിട്ട് അവിടെ എന്ത് പറയുന്നുണ്ട്? ഡയറക്ഷനും കൂടെ പറയുന്നുണ്ട്. നോക്കിക്കേ, അങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് ഇൻക്ലൂഡഡ് ആണ്, ഡയറക്ഷൻ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് പറയാം ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റി ആണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. അതുപോലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എല്ലാവർക്കും മലയാളത്തിൽ എന്താ? ത്വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. സമയത്തിനനുസരിച്ചുണ്ടാകുന്ന വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്.
അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അവിടെയും എന്താ പറയുന്നത്? യൂണിറ്റും അവിടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇൻക്ലൂഡഡ് ആയിട്ടാണ് ആക്സിലറേഷനെ പറയുന്നത്. അപ്പൊ അതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്ത് പ്രഷർ. പ്രഷറിനെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ? പ്രഷർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സംശയം വരും, ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ, പിന്നെ എങ്ങനെ പ്രഷർ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്? അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു ലിക്വിഡ്, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടൊക്കെ ഇതൊരു ലിക്വിഡ് നോക്കി, ഒരു ബീക്കറിൽ കുറച്ച് ലിക്വിഡ് വെച്ചു, നമ്മളിവിടെ കുറച്ച് പ്രഷർ കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ കേസിൽ എന്താണ്? ഒരു ലിക്വിഡിന്റെ കേസിൽ നമ്മൾ പ്രഷർ, നമ്മൾ ബയോൻസി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ഈ ലിക്വിഡിന്റെ ഓരോ പോയിന്റിലും എന്താണ്? പ്രഷർ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും, അപ്പം എപ്പോഴും നോക്കും, ഒരിക്കലും അവിടെ ഡയറക്ഷൻ പറയുന്നില്ല. എപ്പോഴും പറയുന്നത് എന്താണ്? ഈക്വൽ ആയിട്ടൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോ പോയിന്റിലും ഓരോ യൂണിറ്റിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന ടേം വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണമെന്നോ ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല? മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പറയാം പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അപ്പം നമ്മുടെ ആൻസർ വന്നിട്ട് എന്താണ്? പ്രഷറാണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ക്ലാസിഫിക്കേഷൻ. സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും, ഏതൊക്കെ ടൈപ്പ് സ്കെയിലാറും വെക്ടറും ഉണ്ടെന്നൊക്കെ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സ്കെയിലാറും വെക്ടർ നമ്മുടെ ഫിസിക്സിൽ സിലബസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഏകദേശം സ്കെയിലാർ വെക്ടർ ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് വെക്ടറും എന്തൊക്കെയാണ് സ്കെയിലർ എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ ആണ്? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, പ്രഷർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ലോ ഈസ് നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. നോക്കിക്കേ, ഈ തന്നിരിക്കുന്നതിൽ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഏത് ലോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ, കെപ്ലർസ് ഫസ്റ്റ് ലോ ആണോ, നൺ ഓഫ് ദ എബോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ആൻസർ വന്നിട്ട് ആദ്യം നമ്മൾ അറിയേണ്ടത് ലോ ഓഫ് ഇനേർഷ്യ എന്താണ്. അപ്പോൾ ഇവിടെ ആൻസർ വന്നിട്ട് എന്താ? എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന കാര്യമാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നത്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിനെയാണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയും മുമ്പ് ആദ്യം അറിയേണ്ടത് എന്താണ് ഇനേർഷ്യ എന്ന് അറിയണം. എന്താണ് ഇനേർഷ്യ? ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്. ഒരു ബോഡിക്ക് അതിൻ്റെ സ്റ്റേറ്റ് മാറ്റാനായിട്ടുള്ള, സ്റ്റേറ്റ് എന്ന് പറയുമ്പം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റുമുണ്ട്, സ്റ്റേറ്റ് ഓഫ് മോഷനുമുണ്ട്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റുമുണ്ട്, സ്റ്റേറ്റ് ഓഫ് മോഷനുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് മാറ്റാനായിട്ടുള്ള ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലിരിക്കുന്ന ബോഡി അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, സ്റ്റേറ്റ് ഓഫ് മോഷനിലിരിക്കുന്ന ബോഡി അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് മാറാനായിട്ടുള്ള ഒരു ബോഡിയുടെ കഴിവില്ലായ്മേനെയാണ് ഇനേർഷ്യ എന്ന ടേം വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താ പറയുന്നത്? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അണ്ടിൽ ആൻഡ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അതായത് ഓരോ ബോഡിയും അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഏത് വരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്ത് നമ്മൾ എക്സ്റ്റേണലി ഒരു ബലം കൊടുക്കുന്നത് വരെയും ഏതൊരു ബോഡിയും അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ നമ്മൾ പറയുന്നത്. ഇപ്പം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ്? ഇനേർഷ്യ എന്താണെന്നാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറിയേണ്ടത് മാസും ഇനേർഷ്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയുക. മാസും ഇനേർഷ്യയും തമ്മിലുള്ള ബന്ധം. മാസ് കൂടിയ ഒരു ബോഡിക്ക് എന്ത് കൂടുതലായിരിക്കും? ഇനേർഷ്യ കൂടുതലായിരിക്കും. മാസ് കൂടുതലുള്ള ബോഡിക്ക് ഇനേർഷ്യ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്താണ് ഒരു കാറും ഒരു ബൈസൈക്കിളും, ഒരു കാറും ഒരു സൈക്കിളും നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിലേതിനായിരിക്കും മാസ് കൂടുതലെന്ന് പറയുന്നത്? കാറിനായിരിക്കും പൊതുവെ മാസ് കൂടുതലെന്ന് പറയുന്നത്. ബൈസൈക്കിളിന് എന്തായിരിക്കും? മാസ് കുറവായിരിക്കും. അപ്പോൾ കാറിനായിരിക്കും നമുക്ക് തള്ളി നീക്കാനായിട്ട് പാടായിട്ടുള്ളത്. ബൈസൈക്കിളിന് എന്ത് കുറവാണ്? മാസ് കുറവാണ്. അപ്പം കാറിന് മാസ് കൂടുതലായതുകൊണ്ട് അവിടെ എന്ത് കൂടുതലാണ്?
ഇനേർഷ്യ എന്ന് പറയുന്നത് കൂടുതലാണ്, ഇനേർഷ്യ കൂടുതലാണ്. എന്നാൽ ബൈസൈക്കിളിന് മാസ് കുറവായതുകൊണ്ട് ഇനേർഷ്യ എന്താണ്, കുറവാണ്. അപ്പം ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്. ഇവിടെ ഫസ്റ്റ് ലോയിൽ ന്യൂട്ടൺ ഫോഴ്സിനെ കുറിച്ച് എന്താണ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ലോയിലാണ് ഫോഴ്സിന്റെ ശരിക്കുമുള്ള ഡെഫിനിഷൻ വരുന്നത്. F is equal to ma എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ വരുന്നത് സെക്കൻഡ് ലോയിലാണ്. കെപ്ലേഴ്സ് ലോ ഒക്കെ വരുന്നത് സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കണ്ട. നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനേർഷ്യ എന്താണെന്ന് അറിയുക. അതുപോലെ തന്നെ എന്താണ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഇക്വേഷൻ ആയിട്ട് വന്നത് സെക്കൻഡ് ലോയിലാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക്